സതീശനെ മലർത്തിയടിച്ച് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ മാസ് എൻട്രി. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരാൻ പാടില്ലെന്ന് സതീശൻ ദൂതന്മാർ മുഖേന അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നു കഴിഞ്ഞാൽ ഭരണപക്ഷത്തിനെതിരായ പ്രതിപക്ഷ ആരോപണങ്ങളുടെ ചൂട് കുറയുമെന്നും ഭരണപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ശ്രദ്ധ തിരിച്ചുവിടുമെന്നും സതീശൻ പറഞ്ഞിരുന്നു. പക്ഷേ സതീശൻ്റെ വാക്കുകൾക്ക് പുല്ലുവിലയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കൽപ്പിച്ചത്. സതീശനെ തള്ളിക്കളഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി പ്രത്യേകമായുള്ള ബ്ലോക്കിൽ അദ്ദേഹം ഇരിപ്പുറപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതോടെ സതീശനെതിരായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പരാതിക്കാർ ഏറെയുണ്ടെങ്കിലും ഒരുപാട് യുവതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി പറഞ്ഞെങ്കിലും റിട്ടേണായി ഒരു പരാതി പോലും ക്രൈംബ്രാഞ്ചിന് അവർ നൽകിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന യുവതികളുടെ അടുത്ത് പോയി മൊഴിയെടുക്കുന്ന പ്രക്രിയയാണ് നടന്നു കാണുന്നത്. എന്നാൽ അവരാരും ശക്തമായ ഒരു മൊഴി കൊടുക്കാൻ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ഒരു മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന, രാഹുൽ മാങ്കൂട്ടത്തിൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന യുവതി പോലും പ്രത്യക്ഷമായി രംഗത്ത് വന്നിട്ടില്ല. അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇരുട്ടിൽ തപ്പുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോൺഗ്രസ് സമൂഹം ചിന്തിക്കുന്നു. കോൺഗ്രസുകാർ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെന്ന് സൈബറിടങ്ങളിൽ വിളിച്ചു പറയുന്നു. സതീശൻ്റെ താൻപോരിമ, സതീശൻ്റെ അഹങ്കാരം ഇതൊക്കെ സൈബറിടങ്ങളിൽ ചോദ്യം ചെയ്യുന്നു. അതിനിടയിലാണ് ഷാഫി പറമ്പിൽ സതീശനെതിരെ കുറ്റപത്രം തയ്യാറാക്കി AICCയെ സമീപിച്ചിരിക്കുന്നത്. AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അടക്കമുള്ളവർക്കും KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുന്നതിനോട് അനുഭാവപൂർവമായ സമീപനമാണ് ഉള്ളത്. ഇതുവരെ മാധ്യമങ്ങളെ കാണാനോ, ഈ ആരോപണങ്ങൾ വന്നതിന് ശേഷം, ആരോപണങ്ങളുടെ മൂർച്ച കൂടിയതിന് ശേഷം, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന ഓരോ വാക്കും മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റും. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശന് ഒരു വിലയും താൻ നൽകുന്നില്ലെന്ന് ഇന്ന് സഭയിലെത്തിയതോടെ രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിച്ചു. സഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കോൺഗ്രസിന് അധികാരമില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA ആണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സഭയിലേക്കുള്ള എൻട്രി മാസ് എൻട്രിയായി മാറിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് തന്നെയാണ്. അയാൾക്ക് പിന്നിൽ PC വിഷ്ണുനാഥും പഴയ A ഗ്രൂപ്പുകാരനായ MM ഹസനും ഒക്കെയുണ്ട്. ഷാഫി പറമ്പിലുണ്ട്, KC വേണുഗോപാലുണ്ട്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും അനുഭാവപൂർവമായ ഒരു സമീപനമാണ് രാഹുൽ വരുന്നതിനോട് സ്വീകരിച്ചത്. ഇതോടെ പ്രതിപക്ഷ നേതാവ് സതീശൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ വലിയൊരു പരാജയമാണിത്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഏകാധിപത്യ പ്രവണത സതീശൻ വെച്ച് പുലർത്തിയിരുന്നു. സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സതീശൻ്റെ ഏകാധിപത്യ പ്രവണതയാണ്. പക്ഷേ രാഹുലിൻ്റെ കാര്യത്തിൽ ഈ സംഭവങ്ങളെല്ലാം സതീശൻ്റെ കയ്യിൽ നിന്ന് പോയി. രാഹുലിൻ്റെ കാര്യത്തിൽ സതീശൻ എടുത്ത തീരുമാനങ്ങൾ തിടുക്കപ്പെട്ടെടുത്ത തീരുമാനങ്ങളാണെന്ന് ഇപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാർ പറയുന്നു. സൈബറിടങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ പിന്തുണയാണ് ഉള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിനുമുണ്ട്, ഷാഫി പറമ്പിലിനുമുണ്ട്. സൈബറിടങ്ങളിലെ പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ വിജയമായി മാറുന്നു. എന്തായാലും നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയതോടെ സതീശൻ്റെ പ്രഭാവം കുറഞ്ഞിരിക്കുന്നു. സതീശൻ പലപ്പോഴും രണ്ടും കൽപ്പിച്ച് നിലപാടെടുക്കുന്ന ഒരു വ്യക്തിയാണ്. പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരനായി സതീശന് പെരുമാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്വതയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഒരുപാട് പിടിവാശികളും ദൗർബല്യങ്ങളുമുള്ള ഒരു നേതാവായി സതീശൻ മാറിയിരിക്കുന്നു. സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കാത്തു നിൽക്കുമ്പോൾ സതീശൻ പറഞ്ഞു CPM-നെതിരായ ഒരു ബോംബ് പൊട്ടുമെന്ന്. ബോംബ് പോയിട്ട് ഒരു പൊട്ടാസ് പോലും പൊട്ടിക്കാൻ സതീശന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇതാണ് സതീശൻ്റെ വാക്കുകൾ. വെറുതെ ഗീർവാണം അടിച്ചുവിടും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഭയിൽ ഇരുത്തരുതെന്ന് സതീശൻ കത്ത് നൽകിയിരുന്നു സ്പീക്കർക്ക്.
പക്ഷേ സ്പീക്കർക്ക് അതിനുള്ള അധികാരമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ സ്വീകരിക്കുക മാത്രമേ സ്പീക്കർക്ക് ചെയ്യാൻ കഴിയൂ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിലേക്ക് അയച്ചത് സതീശനല്ല, പാലക്കാട്ടെ ജനങ്ങളാണ്. അത് സതീശൻ മറന്നുപോയി. ജനം എന്ന് പറയുന്ന ഒരു വികാരം പിറകിലുണ്ട്. ജനം എല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. പൊതുജനം കവിതയല്ല. അത് സതീശൻ അറിഞ്ഞില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ നടപടികളാണ് തിരുക്കത്തിൽ സതീശൻ എടുത്തത്. അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി. ഇങ്ങനെ വളരെ പെട്ടെന്നുള്ള നടപടികൾ. അടുത്ത പടി അദ്ദേഹത്തിനെ MLA സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. പക്ഷേ അതിന് രാഹുൽ മാങ്കൂട്ടത്തിലും തയ്യാറല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന ടീമും തയ്യാറല്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ സതീശൻ എടുത്ത കടുത്ത നടപടികൾ കൂടിപ്പോയി എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം. പല പ്രമുഖ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല. സതീശനെ അനുകൂലിക്കുന്ന 2-3 പേർ മാത്രമാണ് രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നത്. രാഹുൽ നിയമസഭയിലെത്തുന്നത് സതീശനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ്. കോൺഗ്രസ് പിടിച്ചെടുക്കാൻ കുറച്ചു കാലമായി സതീശൻ ശ്രമിക്കുന്നു. ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ അതിനുവേണ്ടി സതീശനെ സഹായിച്ചുകൊണ്ടിരുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണം വിവാദമായി ഉയർന്നത്. ആ ആരോപണം വിവാദമായതോടെ രാഹുലിനെ കൈവിട്ടു സതീശൻ. ഇതോടുകൂടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കവും. രാഹുലിനെതിരെ എടുത്ത ശിക്ഷാ നടപടി കടുത്തുപോയി എന്ന് രാഷ്ട്രീയ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നു. കാരണം ഒറ്റ പെൺകുട്ടിയും, ഈ പീഡനം ആരോപിച്ച പെൺകുട്ടികളൊന്നും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടില്ല. CPM അതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കുകയും ചെയ്തു. CPM വളരെ വിദഗ്ധമായി രാഹുലിനെതിരെ അന്വേഷണമങ്ങ് പ്രഖ്യാപിച്ചു. 10ഓളം യുവതികളാണ് പരാതി പറഞ്ഞത് എന്നാണ് കണക്ക്. ഈ 10 യുവതികളും പ്രത്യക്ഷമായി പരാതി എഴുതി നൽകിയിട്ടില്ല. ക്രൈംബ്രാഞ്ച് അവരുടെ അടുത്ത് പോയി പരാതി ചോദിച്ച് അവരുടെ അടുത്ത് പോയി പരാതിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ ജനപിന്തുണ ഏറുന്നു. എന്തുകൊണ്ട് ഒരൊറ്റ യുവതി പോലും പരാതിയുമായി മുന്നോട്ട് വന്നില്ല എന്ന ഒരു ചോദ്യം ബാക്കിയാകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുകാരനായിരിക്കാം, പക്ഷെ എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന ഒരൊറ്റ യുവതി പോലും പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, കേസുമായി മുന്നോട്ട് പോകുന്നില്ല? ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ആര് മുന്നോട്ട് പോയാലും അവർക്ക് അനുകൂലമായി കേരള സമൂഹം തിരിയുമായിരുന്നു. പക്ഷെ ആരും അങ്ങനെ പോയിട്ടില്ല. അങ്ങനെ ഒരു പരാതിയുമായി ആരും മുന്നോട്ട് പോകാൻ തയ്യാറായിട്ടില്ല. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വളരെ ശക്തമായ നടപടിയെടുത്തത് സതീശനാണ്. അത് സതീശന് തിരിച്ചടിയായി മാറിയിരിക്കുന്നു. സതീശനെ മലർത്തിയടിച്ച് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാസ് എൻട്രി.